ഓക്കെ ലൂയിസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്കൊരു അഡ്മിൻ ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പം മൊബൈൽ ആപ്പാണ് നമുക്ക് നമ്മുടെ കസ്റ്റമർ ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു വെബ് ആപ്പ് നമുക്കൊരു അഡ്മിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ലാപ്ടോപ്പിലിരുന്ന് തന്നെ അവർക്ക് നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യാം, ക്ലയൻസിനെ ആഡ് ചെയ്യാം, ഹോട്ടൽസ് ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫയർ ബേസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഈ രണ്ട് പ്രോജക്റ്റിനെയും കൂടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ ഫുഡ് നീഞ്ച പ്രോജക്റ്റ് കൊണ്ട് ഒരു പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ എൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് പോയിട്ട് അവിടെ ഞാൻ ഫ്ലട്ടർ ക്രിയേറ്റ് കമാൻഡ് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഫ്ലട്ടർ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടാണ്. ഓക്കെ, സോ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ഇപ്പൊ പുതിയതായിട്ട് ക്രിയേറ്റ് ആയ പ്രോജക്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ടെസ്റ്റ് ഫോൾഡറിനകത്ത് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കാരണം നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് നെയിം കൊടുക്കാം. ഓക്കെ, അഡ്മിൻ. ഓക്കെ, നമ്മളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡറിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് നീഞ്ച അഡ്മിനകത്തുണ്ട്. ഇനി അതിലൊന്ന് നമുക്ക് ഫ്ലട്ടർ കമാൻഡ് റൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കോഡ് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പ്രീവിയസ് പ്രോജക്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾക്ക് മെയിൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ വെബിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെർമിനലിൽ റൺ ചെയ്യാം, നോർമലായിട്ട് റൺ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ക്രോമിനകത്ത് റൺ ചെയ്യുന്നുണ്ട്. ഫ്ലട്ടർ റണ്ണ് -d ക്രോം എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ പ്ലാറ്റ്ഫോം സ്പെസിഫൈ ചെയ്തത് കൊണ്ട് ഇതിപ്പോൾ ക്രോമിനകത്ത് റൺ ചെയ്യും. ഓക്കെ, ഓക്കെ, നമ്മുടെ വെബ് ആപ്പ് ഇവിടെ റൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഫുൾ വ്യൂയിലും കൊടുക്കാം. നമ്മുടെ ഇത് ജസ്റ്റ് ഡെമോ ആപ്പാണ് നമ്മുടെ ഇൻക്രിമെന്റ് ആവുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഈ ഡെമോ ഇതാണ്. നമുക്ക് ജസ്റ്റ് കുറച്ച് ഫോം ഫീൽഡ്സ്, കുറച്ച് ഓപ്ഷൻസ്, അങ്ങനെ നമ്മുടെ ഒരു ഹോട്ടൽ ആഡ് ചെയ്തിട്ട് ആ ഹോട്ടലിനകത്ത് മെനൂസ് ആഡ് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ അഡ്മിൻ ആപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബോയിലർ പ്ലേറ്റ് കോഡ് എല്ലാം നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ,
നമുക്ക് ആ ഡീബഗ് ബാനർ നമുക്ക് ഓഫ് ചെയ്തോളാം. ഡീബഗ് ബാനർ ഫോൾസ്. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. മൊഡ്യൂൾസിനകത്ത് നമുക്ക് ഹോം, പിന്നെന്താ, നമുക്കിപ്പോൾ ഇത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഹോം മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. ഹോമിനകത്ത് വ്യൂ വിജിറ്റ്സ്. ഓക്കെ, നമ്മൾ 2 വ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. home view dot dart. Okay. So, just ഒരു പ്ലേസ് ഹോൾഡർ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഹോം ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഫ്ലട്ടർ വെബിനകത്ത് നമുക്ക് ആ ഹോട്ട് റീലോഡിങ് ഓപ്ഷൻ വരുന്നില്ല, ഹോട്ട് റീസ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ കൊടുത്ത ആപ്പ് ഇവിടെ റണ്ണായിട്ടുണ്ട്. ഇതാണ് ജസ്റ്റ് പ്ലേസ് ഹോൾഡർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഡിസൈൻ, നമുക്കിതിന് പ്രത്യേകിച്ച് UA ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് നമുക്കിപ്പോൾ ഡാറ്റ ആഡ് ചെയ്താൽ ഫയർബേസിൽ സ്റ്റോർ ആവണം. അത് നമ്മുടെ കസ്റ്റമർ ആപ്പിനകത്ത് നമുക്ക് നല്ലൊരു UA ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് ഷോ ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ അഡ്മിന് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓതന്റിക്കേഷൻ ഒന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല. നമുക്ക് ഫയർബേസ് വേർഡ് ഓപ്പറേഷൻസിലേക്ക് പോവാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട്. സോ ഒരു പ്രിറ്റി മച്ച് ബേസിക് UI നമുക്ക് കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്കഫോൾഡ്, ആപ്പ് ബാറിൽ ടൈറ്റിൽ, ടെക്സ്റ്റ്. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒരു ഹോം എന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്യാം. ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഹോം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹോം വേണ്ട, അഡ്മിൻ അഡ്മിന് താഴെ നമുക്ക് കുറച്ച് ജസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ലേറ്റർ ഇതൊരു ഡാഷ്ബോർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് നമുക്ക് ഡാഷ്ബോർഡ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. സോ 2 ഓപ്ഷൻസിൽ ഒന്ന് നമുക്ക് ഹോട്ടൽസ് ആഡ് ചെയ്യാനോ, രണ്ടാമത്തത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോഡിയിൽ
children. Okay, and ആയിട്ട് കൊടുക്കാം children container decoration box decoration master border radius circular ഒരു 30 കൊടുക്കാം. Okay, so color set നെക്സ്റ്റ് നമുക്ക് ഓക്കെ, സോ നമുക്ക് ഇതൊരു എക്സ്പാൻഡർ മാർക്ക് കൊടുക്കാം. നമുക്ക് ഒരു റിഫ്രാക്റ്റഡ് ഈജിപ്റ്റ് എക്സ്പാൻഡഡ്. ഓക്കെ, സോ എക്സ്പാൻഡഡ് കൊടുക്കുന്നതിൻ്റെ കാരണം നമുക്ക് രണ്ട് ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഹൈറ്റ് മാത്രം സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഹൈറ്റ് ഒരു 200. സോ നമ്മളിവിടെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ നമ്മുടെ വെബ് ആപ്പ് ആയതുകൊണ്ട് തന്നെ സോ നമ്മൾ എത്ര എക്സ്പാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇതും അഡ്ജസ്റ്റ് ആവണം. സോ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എക്സ്പാൻഡഡ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പാഡിങ് കൊടുക്കാം. ഒരു 30 എന്താണ് UI വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ചെറുതാക്കുന്നതിനനുസരിച്ച് അതും അഡ്ജസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു UI കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാണ്ട് ഒരു എക്സ്പാൻഡർ നമ്മൾ കൊടുത്തത്. ഓക്കെ, സോ ഇനി നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ആഡ് ഹോട്ടല് വ്യൂ ഹോട്ടൽസ്. ഓക്കെ, വ്യൂ ഹോട്ടൽസിൽ നമുക്ക് ലെറ്റർ എഡിറ്റ് ചെയ്യാനും പറ്റും, ആഡിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമ്മള് UI നമ്മൾ അഡ്മിനെ UI ഫോക്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഫങ്ഷണാലിറ്റീസ് ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു ബേസിക് UI ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ ഇതിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. പർപ്പിൾ. ഓക്കെ, ജസ്റ്റ് നോർമൽ കോളത്തിനുള്ളില് ചൈൽഡ് ഒരു ഐക്കൺ കൊടുക്കാം. ഐക്കൺസ് ഡോട്ട് ഈ ഐക്കൺ മതി. സൈസ് നമുക്കൊരു 30 കൊടുക്കാം. കളറ് ഡോട്ട് വൈറ്റ് നമുക്ക് കൊടുക്കാം. ക്രോസ് ആക്സിസ് അലൈൻമെന്റ് നമുക്ക് സെന്റർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് കൂടെ കൊടുക്കാം.
സ്റ്റൈൽ കൊടുത്തിട്ട് ടെക്സ്റ്റ് സ്റ്റൈലില് കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ, ഫോണ്ട് വെയിറ്റ് നമുക്ക് ബോൾഡ് ആയിട്ട് കൊടുക്കാം. സോ ഇവിടെ ആഡ് ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വ്യൂ ഹോട്ടൽ ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. സോ ഇതിനൊരു സോ നമ്മുടെ ഐക്കണും ഒരു 50 നമുക്ക് കൊടുക്കാം. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. സോ കോൺസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ആ വാർണിംഗ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചൈൽഡ് നമുക്ക് ഈ വിസിറ്റിന് നമുക്ക് കൊടുക്കാം. വ്യൂ ഓക്കെ, നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആഡ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യൂ, ഒരു ഫോം വ്യൂ ആഡ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആഡ് ഫോട്ടോയിനകത്ത് ഒരു വ്യൂസ് ആഡ് ചെയ്യാം, നമുക്ക് വിജിറ്റ്സും ആഡ് ചെയ്യണം. ഓക്കെ, സോ വ്യൂസിനുള്ളിൽ add hotel views dot dark import stateful visit add hotels. Okay, ഇവിടെ സ്കഫോൾഡ് കൊടുക്കുന്നുണ്ട്. ആപ്പ് ബാർ, ടൈറ്റില്, ടെക്സ്റ്റ്, ആഡ് ഹോട്ടൽസ്. ഓക്കെ, സോ ഇനി ബോഡിയിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോം ഫീൽഡ് ആഡ് ചെയ്യാം. ഓക്കെ, ഫോമില് ചിൽഡ്രനില് നമുക്ക് കോളം ആഡ് ചെയ്യാം. കോളത്തിനുള്ളില് ഓക്കെ, സോ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഫീൽഡ്സ് കൊടുക്കാം. സോ ടെക്സ്റ്റ് ഫോം ഫീൽഡ് നമുക്ക് കൊടുക്കാം. നമുക്ക് ഡിസൈൻ ചെയ്യാതിന് മുൻപ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ആ പേജിലേക്ക് നമുക്കൊന്ന് റീഡയറക്ട് ചെയ്തിടാം. ഓക്കെ, നമ്മളൊരു ആ കണ്ടെയ്നറെ നമ്മളൊരു വിജിറ്റ് വെച്ച് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഡിറ്റക്ടർ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ഓൺ ടാസ്കില് നമ്മൾ ആക്ച്വലി ഗെറ്റെക്സ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ഗെറ്റെക്സ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗെറ്റെക്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ VS കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Ctrl+Shift+T കൊടുത്തിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിനകത്ത് എനിക്ക് ജസ്റ്റ് ഇവിടെ ആഡ് ഡിപ്പെൻഡൻസി എന്ന് സെർച്ച് ചെയ്യാം. അതിനകത്ത് ഇവിടെ ഗെറ്റ് എന്ന് കൊടുത്താൽ നമ്മുടെ ഗെറ്റ് ഇവിടെ ഇമ്പോർട്ട് ആവുന്നതാണ്. ഓക്കെ, നമുക്ക്
പബ് ഡോട്ട് ഡെവിനകത്ത് പോകേണ്ട ആവശ്യമില്ല. കമാൻഡും അത് തന്നെ റൺ ആയിക്കോളും. ഓക്കെ. സോ നമ്മുടെ ഗെറ്റ് ഇവിടെ ഇമ്പോർട്ട് ആവുന്നുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ റീഡ് ആപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഗെറ്റ് മെറ്റീരിയൽ ആപ്പ് ആക്കണം. ഓക്കെ. സോ ഗെറ്റ് മെറ്റീരിയൽ ആപ്പ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഓക്കെ. സോ ആപ്പ് റൺ ആയിട്ടുണ്ട്. നമുക്ക് റീഡയറക്ട് ചെയ്ത് നോക്കാം. ആയില്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ആപ്പ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോർമൽ റീഡയറക്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ. ഗെറ്റ് ടു നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ ആഡ് ഹോട്ടൽസ് നമുക്ക് ബാക്ക് പോകാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ യു ആറിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആഡ് ഹോട്ടൽ വ്യൂവിനകത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് വെബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. ഗോ റൂട്ടർ അങ്ങനെ കുറെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് യു ആറിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ മെയിൻലി ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫയർബേസ് കേർഡ് ഓപ്പറേഷൻസിലോട്ടാണ്. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ആഡ് ഹോട്ടൽസ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് എളുപ്പം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. ഓക്കെ. ഇത് സെൻറ്റർ ആക്കിയിട്ട് നമുക്ക് ഇമേജ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ഹോട്ടൽസ് യൂസിലേക്ക് പോവുക. കോളം മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ, ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സെന്റർ നമ്മൾ കൊടുത്തിട്ട് കണ്ടെയ്നർ സൗണ്ട് നമുക്ക് മീഡിയ കൊറി എടുക്കാം. മീഡിയ കൊറി സൈസ്. ഓക്കെ. നമ്മൾ മീഡിയ കൊറിയുടെ സൈസ് എടുത്തിട്ട് നമുക്ക് വിഡ്ത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ. വിഡ്ത്തിലോട്ട് 0.5. ഓക്കെ. നമുക്ക് 0.4 കൊടുക്കാം. നമ്മുടെ ടോട്ടൽ സ്ക്രീനിന്റെ 40%. ഓക്കെ. സോ അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൈൽഡിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഫോണ്ട് കൊടുക്കാം. ഇതില്
ഡെക്കറേഷനില് ഇൻപുട്ട് ഡെക്കറേഷൻ, ഓക്കെ, ബോർഡറില് ഔട്ട്ലൈൻ്റെ ഇൻപുട്ട് ബോർഡർ, ഓക്കെ. സോ നമുക്ക് ബോർഡർ റേഡിയസ് സ്പെസിഫൈ ചെയ്യാം, ഒരു റൗണ്ടഡ് ബോർഡർ ആയിട്ട് നമുക്ക് കൊടുക്കാം, ഓക്കെ. 20. നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഇതിവിടെ റൺ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്രോസ് ആക്സിസ് അലൈൻമെന്റ് നമുക്ക് കിട്ടിയിട്ടില്ല, ഓക്കെ. നമ്മുടെ ഇവിടെ മാത്രമേ സെന്റർ ആയിട്ടുള്ളൂ, ടോട്ടൽ സെന്റർ ആയിട്ട് കിട്ടിയിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടെയ്നർ ഓക്കെ. നമുക്ക് വാർണിംഗ് വരുന്നുണ്ട് നമ്മള് ഈ വേറെ രീതിയിൽ റൂട്ട് ചെയ്യാൻ. വെബിന് നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ. നമ്മൾ ഇപ്പം നോർമൽ റൂട്ടിങ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വാർണിംഗ് വരുന്നത്. നമുക്ക് ഇപ്പോഴത്തേക്ക് ആ വാർണിംഗ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഫ്യൂ പേജസ് അല്ലേ ഉള്ളൂ, നമുക്ക് റൂട്ടിങ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നത്. ആഡ് ഹോട്ടൽസിൽ ഒരു കണ്ടെയ്നർ കൊടുത്തിട്ട് ഹൈറ്റ് സൈസ് ഡോട്ട് ഹൈറ്റ് വിത്ത് സൈസ് ഡോട്ട് വിത്ത്, ഓക്കെ. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സെന്ററിൽ വരുന്നതാണ്, ഓക്കെ. സോ നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് ഫോർമാറ്റ് ചെയ്തിട്ട് കോളം ടെക്സ്റ്റ് ഹോട്ടൽ നെയിം, സൈസ് 14 എന്ന് കൊടുക്കാം. നമുക്ക് ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ടും കൊടുക്കാം. സോ ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നെയിമിങ്ങിന് ഒരു പാഡിങ് നമുക്ക് കൊടുക്കാം. പാഡിങ് സിമെട്രിക്ക് കൊടുത്തിട്ട് ഹൊറിസോണ്ടല് നമുക്കൊരു 10 കൊടുക്കാം. റണ്ണായിട്ടുണ്ട്. ഹോട്ടൽ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഫീൽഡ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഹോട്ടൽ നെയിം, പ്ലേസ്, അവിടുത്തെ കോണ്ടാക്ട് നമ്പർ, പിന്നെ അതിന്റെ ഇമേജ്. നമുക്ക് ഹോട്ടലിനകത്ത് അത്ര സ്പെസിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് മെനൂസ് ആഡ് ചെയ്തു, ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് മാത്രം മതി, ഓക്കെ. സോ ഓക്കെ, സോ നമുക്ക് 2-3 ഫീൽഡ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ വിജിറ്റ് ആയിട്ട് കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യാം, ഓക്കെ.
നമ്മളൊരു വിസിറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ടെയ്നർ നമുക്ക് നമ്മുടെ വിസിറ്റിനകത്ത് ചെയ്യാം. ++ വിസിറ്റ് കൊടുത്തിട്ട് നമ്മളെ കണ്ടെയ്നർ ഇവിടെ റീപ്ലേസ് ചെയ്യാം. നമ്മുടെ സൈസ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഇവിടെ നമുക്ക് സ്ട്രിങ് ടൈറ്റില് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ നമുക്ക് ഇത് മൂന്നും പാസ് ചെയ്യാം. ഓക്കെ, ഇത് മൂന്നും നമ്മൾ നമ്മുടെ ആക്ച്വൽ ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാം നമുക്ക് റെക്കോർഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഫോൺ സ്റ്റൈൽ നമുക്ക് എടുക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ടൈറ്റില് നമുക്ക് ഇവിടെ കൊടുക്കാം. സോ ഇവിടെ ഹാർഡ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കൺട്രോളർ നമുക്ക് ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്യാം. നമ്മുടെ സിൻടാക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ മൂന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വിസിറ്റിനെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പോകും. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ കുറച്ച് കൺട്രോളേഴ്സ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. നെയിം മൊബൈൽ. ഓക്കെ, സോ നമുക്ക് ഈ മൂന്ന് ഡാറ്റയും നമ്മൾ ഫസ്റ്റ് എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ നെയിം, പ്ലേസ്, നമ്മുടെ മൊബൈൽ നമ്പർ. ഓക്കെ, നമുക്കിവിടെ നെയിം കൺട്രോളർ പാസ് ചെയ്യാം. ഹിന്റ് എന്റർ ഹോട്ടൽ നെയിം, ടൈറ്റില് ഓക്കെ. ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് മുൻപ് ലൊക്കേഷൻ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
നമ്മുടെ 3 ഓപ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ട് സേവ് കൺട്രോളർ കൊടുത്തിരിക്കുന്നതാണ്. മൊബൈൽ കൺട്രോളർ കൊടുക്കാം. ലൊക്കേഷൻ, മൊബൈൽ നമ്പർ നമുക്ക് വാലിഡേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റിൽ പോയിട്ട് വെർട്ടിക്കലിൽ ഒരു 3 കൊടുക്കാം. ഇപ്പൊ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഇമേജ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ വേണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ഇമേജ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ആഡ് ചെയ്യാം. കണ്ടെയ്നർ ഹൈറ്റ് ഒരു 150. നെക്സ്റ്റ് നമുക്ക് ഒരു ബോക്സ് ഷാഡോ കൊടുക്കാം. സോ ഒരു ആ കണ്ടെയ്നറിന്റെ ബാക്കിൽ ഒരു ഷാഡോ എഫക്റ്റ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ബോക്സ് ഷാഡോ കൊടുത്ത് നമ്മുടെ ലിസ്റ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്മൾ ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് ബോക്സ് ഷാഡോ ബ്ലർ റേഡിയസ് ഒരു 3 കൊടുക്കാം. ഇനി കളേഴ്സ് തൊട്ട് ഒരു ഗ്രേ കളർ നമ്മൾ കൊടുക്കുന്നു. ഗ്രേ ജസ്റ്റ് നമ്മളൊരു ഒപ്പാസിറ്റി കൊടുത്ത ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പാസിറ്റി കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അത്ര ആവശ്യമുള്ളൂ. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആ ഷാഡോയുടെ കളർ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളിവിടെ കളർ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ കളേഴ്സ് ഡോട്ട് വൈറ്റ്. സോ ഇവിടെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ചൂസ് ഇമേജ് എന്ന് ഇവിടെ ഒരു ഇമേജിന്റെ ഐക്കണും കൊടുത്തിട്ട് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്യാമറ ഐക്കൺ ഉണ്ട്.
അതിൽ നമുക്ക് ഇമേജ് ഒക്കെ കൊടുക്കാം. ഓക്കെ, സോ ഇമേജ് ഔട്ട്ലൈൻ കളർ ബ്ലൂ എടുത്തിട്ട് സൈസ് നമുക്കൊരു 40 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇത് ഫോണ്ട് സൈസ് നമുക്കൊരു 20 കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് നമുക്ക് ബോൾഡ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി റൺ ചെയ്യാൻ നോക്കിയിട്ട് അവിടെ അപ്ലോഡ് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ ആക്കാം. ഓക്കെ, ഇവിടെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ക്ലിക്ക് ചെയ്താൽ ഇമേജ് ചൂസ് ആയിട്ട് ആ ഇമേജ് ഇവിടെ നമുക്ക് വരണം. ഓക്കെ, നമുക്ക് താഴെ ഒരു അപ്ലോഡ് ബട്ടണും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ കോളം നമുക്ക് ഒരു സിംഗിൾ സൈഡ് സ്ക്രോൾ ചെയ്യുന്നതിനകത്ത് കൊടുക്കാം. ഓക്കെ, ഒത്തിരി വരുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് സിംഗിൾ സൈഡ് സ്ക്രോൾ ചെയ്യുന്നതിനകത്ത് എടുത്തിട്ട് നമ്മളെ നെക്സ്റ്റ് ചെയ്തിട്ട് ഓക്കെ, സോ ചൈൽഡിന് ടെക്സ്റ്റ് ഒരു സേവ് ബട്ടൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ചൈൽഡ് ടെക്സ്റ്റ് സ്റ്റൈല് കളർ സ്റ്റോട്ട് വൈറ്റ്. ഓക്കെ, പാഡിങ് കൊടുത്തിട്ട് പാഡിങ് സിമെട്രിക് കൊടുക്കുക. കാരണം വിത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, അത് ചൈൽഡിന്റെ വിത്ത് ആയിട്ട് എടുക്കും. ഓക്കെ, സോ നമുക്കൊരു 20 കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ പാഡിങ് എടുത്ത് വിട്ടിട്ട് ഹൈറ്റ് വിട്ട് കൊടുക്കാം. അലൈൻമെന്റ് സെന്റർ കൊടുത്തിട്ട് വിട്ടൊരു 80 കൊടുക്കാം. സേവ് നമുക്ക് 2 ബട്ടൺ കൊടുക്കാം, സേവ് ആൻഡ് ക്യാൻസൽ. ഓക്കെ,
റോ ക്യാൻസൽ കണ്ടെയ്നറിൽ കൊടുത്തിട്ട് വിത്ത് നമുക്ക് സൈസ് ഡോട്ട് വിത്ത് ഇൻഡ് 0.4. ഓക്കെ, നമ്മൾ ഈ റോയ്ക്ക് ഒരു വിത്ത് കൊടുക്കുന്നതിനാണ് നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ നിന്നാൽ മതി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ്. സോ ഇതിന് സ്പേസ് ബിറ്റ്വീൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഒരു ക്യാൻസൽ ഒരു സേവ് ബട്ടൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാഡിങ് കൊടുക്കാം. ഹൊറിസോണ്ടൽ വലിയ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇനി ഇത് സേവ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് സേവ് ആയിട്ട് നെക്സ്റ്റ് ഇനി മെനു ആഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകണം. ഓക്കെ, സോ നമുക്കത് സെറ്റ് ചെയ്യാം.